എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൈമ റൈസ് കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. കൈമ റൈസ് 1 കപ്പ് എടുത്തു, പിന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പെടുത്തു. ഇത് രണ്ടും കൂടി നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റി വയ്ക്കണം. അതിനുശേഷം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു ചേഞ്ചിന് നമുക്കിത് ചെയ്യാം. കാരണം ദിവസം കൂട്ടാനും ഉണ്ടാക്കണം, ഉപ്പേരിയുണ്ട്. അപ്പോൾ ഒരു ചേഞ്ചിന് നമുക്കിന്ന് കൈമ റൈസ് കൊണ്ട് പൊങ്കലുണ്ടാകും. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിടുക. അതിലേക്ക് അത്ര മതി. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് നന്നായി കഴുകി ഊറ്റി വെച്ച കൈമ റൈസും മറ്റേ ചെറുപയർ പരിപ്പും കൂടി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് രണ്ടും മിക്സ് ചെയ്തെടുത്തതാണ്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുപയർ പരിപ്പും കൈമ റൈസും കൂടി ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കുക്കറിലിട്ട് നന്നായി കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തിട്ട് ഇതിപ്പം 1.5 കപ്പല്ലേ, അതുകൊണ്ട് ഇതിലേക്ക് 3 കപ്പ് റൈസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അധികം കുഴയാതെ ആണ് ഇവിടെ ഇഷ്ടം, അപ്പം അതുകൊണ്ട് അധികം കുഴയ്ക്കുന്നില്ല. നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അരിയും പരിപ്പും. അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇടും. 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടും ഇഞ്ചി ചെറുതാക്കി ചെറിയ പീസസ് ആക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ജീരകം ഇടുക, പിന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും ഇടുക. എന്നിട്ട് നന്നായി ആക്കി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലാണ് വേവിച്ചെടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് 2 പച്ചമുളക് കീറിയിട്ട് കുറച്ച് ഇഞ്ചി ഇട്ടു, ജീരകം, വെള്ളം 3 കപ്പ് ഒഴിച്ചു, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടണം അത്രയും. നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. നല്ല അരിയൊക്കെ വിട്ടിരുന്നു, വല്ലാതെ കുഴഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. മുന്തിരിങ്ങ വേണമെന്നില്ല, വെറും അണ്ടിപ്പരിപ്പും മാത്രം. ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും ഇട്ടു. സാധാരണ ഇതിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടാറുള്ളൂ, കാരണം ഒരു ചേഞ്ചിന് മുന്തിരിങ്ങ ഇരിക്കട്ടെ വിചാരിച്ചു. മുന്തിരിങ്ങ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തിട്ട് നമ്മൾ റൈസിലേക്ക് ഇടുക. ഫ്രൈ ആവട്ടെ, അതിന് ശേഷം റൈസിലേക്ക് ഇടാം. ഫ്രൈ ആയി നമുക്ക് റൈസിലേക്ക് ഇടാം. റൈസിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇടാൻ മറന്നുപോയി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇതൊക്കെ ഒരു എളുപ്പപ്പണിയല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ആ നെയ്യിൽ ആ പാനിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇത് വെച്ചിട്ട് റൈസിലേക്ക് ഇട്ടു. അങ്ങനെ റൈസ് റെഡിയായി. അങ്ങനെ ഈസി പൊങ്കൽ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇത് വളരെ ഈസിയാണ്. കുക്കറിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ പൊങ്കൽ എപ്പോഴും കുറച്ചൊരു സ്റ്റിക്കി ആയിരിക്കും. അത്രയൊരു നന്നായി വെന്ത് കുഴഞ്ഞിട്ടായിരിക്കും പൊങ്കൽ ഉണ്ടാവുക. നമ്മൾ ബിരിയാണി മാതിരിയൊന്നും അങ്ങനെ വിട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള റൈസ് ഇഷ്ടമുള്ളവർക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ ചെറുപയർ പരിപ്പ് ഇട്ടതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും. കഴിക്കാൻ ഒരു കടച്ചക്ക കൊണ്ടൊരു ഫ്രൈ, ചെറിയൊരു കടച്ചക്ക കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. കറീൻ്റെ ആവശ്യമില്ല, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്.